മച്ചാമാർ ഇത് പാർട്ട് 4 ആണ് മച്ചാമാരെ. അപ്പം പാർട്ട് 4 ഞാനൊന്നുകൂടെ ലോഡ് ഗെയിം കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. ഞാൻ തെറ്റിച്ചറിയാതെ ചെയ്തു പോയി ഗൈസ്. അതുകൊണ്ട് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പവർ പോയി. ഓക്കെ, ഞാനത് എന്നാന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ ഇതിൽ കൂടെ വരുമ്പോൾ ഈ കിസ്മിസ് ഭയങ്കര വൃത്തിയായി. തുറന്നാ ഒരു മണിക്കൂർ എടുക്കുമല്ലോ ഈ കിസ്മിസ് ഒക്കെ പോകുന്നത്. എന്താ ആടി നമ്മൾ കിസ്മിസിന്റെ പുറകെ ഓടാൻ പോവാണ്. ഓക്കെ, കിസ്മിസ് വേണ്ട വളവ് വളർന്നു. ഞാൻ കണ്ടിട്ട് തെന്നി വന്നിട്ടുണ്ട്. കിസ്മിസിന് പോയിട്ടൊരു കിസ്മിസ് പോലും കിട്ടുന്നു. ഇവിടെ നിന്ന് ഞാൻ അറുത്തെടുത്ത് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നാൽ ഇതടിച്ചാൽ ഇങ്ങനെ നടക്കണം. അത് ഇവിടെ നടക്കണം. എന്നിട്ട് ഓക്കെ, ഇവിടെ ഇനി എന്തെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വേർത്തിട്ട് വരും. ബേരീനെ കൊണ്ടിടാൻ പോവാണ്. തിക്കനുള്ള വെച്ചിയാ. താങ്ക് യു ബേരി, ഞാൻ അതിൽ കഷ്ടപ്പെടാതെ നീ എന്നെ സഹായിച്ചു. ഐ ലവ് യു ബ്രോ. ഓക്കെ, നമുക്കിനി തിരിച്ചു കൈയെടുത്ത് അടി അടി എടുത്ത് കയ്യിലുണ്ടല്ലോ പവർ. എന്ത് പാടേ ഞാനൊക്കെ നിൽക്കുന്നവരാണ് കുട്ടി. ഇനി ഞാൻ കഷ്ടപ്പെട്ട് ഇവിടുന്ന് where is this place? കൈ വെച്ചൊരാളത്തിനടിച്ച് ചത്തു. എന്നാൽ പോടെ 10 സെക്കൻഡ് ആയില്ലേ? ഇത്രയും നേരമൊക്കെ നിൽക്കാൻ പറ്റുമല്ലോ അവിടെ. ലോറി ഒന്ന് ചാടി ഒന്ന് കിടക്ക് അടിക്കടി. ഞാൻ ഓടി വന്നു. എന്ത് ഷീറ്റ് ഇതെനിക്ക് ഇവിടായിരുന്നു വെക്കണേ. ഗൈസ്, ഞാനെന്താ ഇത്രയും കഷ്ടപ്പെട്ട അതിവിടെ പറഞ്ഞു വരുന്നേ? അല്ല, മണ്ടത്തേരം കാണിച്ചടാ. ഇതൊക്കെ ഇങ്ങനെ വന്ന് വെച്ചാൽ പോരെ. പക്ഷേ ഓർത്തില്ലടാ.
എൻ്റെ പ്ലാൻ എന്നാന്ന് ചോദിക്കുന്നത് കണ്ടോ? ഞാനിത് ഇവിടെ നടത്തു നടക്ക് എടുത്തിട്ട് ഞാൻ ബാക്കിലോട്ട് വന്ന് ഇതുണ്ടെന്ന് ഇവിടെ വെച്ച് ഞാൻ വന്ന് വീണ്ടും ഇടുന്നില്ല. നടക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ അവിടെ പോയാ ഇവിടെ വഴിയുണ്ട്. ഇനി എവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് വരാമോ? ഞാനിവിടെ ഒക്കെ നോക്കട്ടെ. ഇതാ മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് എടുത്തിട്ട് എൻ്റെ കൈ നീളുന്നോളം പറയുന്നുണ്ട്. അവിടെ ഇവിടുന്ന് ഞാൻ ബാഗിലോട്ട് എൻ്റെ കൈ വലിച്ച് ഇവിടെ ഇവിടെ മോനെ എൻ്റെ ഒരു കൈ എത്തും. ഒന്നുകൂടെ I was heading home for the day when my AFRs realised that I left my bloody wallet in the cafeteria. So I'm running through the lobby, and that's when I see it. A mop handle lodged under the innovation unit. So what'd you do, Marcus? Well, I just thought I'd nab the bloody yoke and be on me merry way. And? Well, I'm reaching for the thing, and a mop handle jolts on its floor. Heavy sheer stiff. I thought I was the only one there. So, I took a peek beneath the gate, and some massive bloody thing was doddering about the bloody hallway. Thing? You're sure it wasn't a person? It's no person that's 50 feet long with 1,000 legs. Mark, you're losing me. Maybe you just saw a bunch of people walking by. Look, it wasn't people. I have the bloody notion what it was, but it wasn't human. Who have you told about this? Besides me, obviously. Just you, sir. Obviously. Okay. I'll have security skim the cameras and take a look. What? There's a massive bloody monster! Even if you get rid of it! You're out of line, Marcus. We make toys, not monsters. Now come on, get out of my sight. Actually, grab me a coffee, will you? Actually, never mind. Get out of my sight. Let's come here. Let our hands now let's take this plate. This my hand and plate. Hold it. Sit. And then come. Wow, Andy, wow. What? Yes, ഞാൻ എന്തിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഒന്നിങ്ങനെ വലിച്ചോണ്ട് എനിക്ക് ഫിറ്റ്നസ് പറയുന്ന വലിക്കുന്നതാണ്. തെളിപ്പിച്ചു പക്ഷെ തിരിഞ്ഞു കയറാതെ ഫ്ലാഗ് ഇച്ചിരി ഉണ്ടേ. ഓക്കെ ഇനി ഇങ്ങോട്ട് പോകണം. പക്ഷെ ഇത് ആരുടെ ഏരിയ? ഇതാരുടെ ഏരിയ ആണ്? എനിക്കല്ല തോക്കം കിട്ടും. ഗൈസ് നമ്മൾ തിരിച്ച് കയറി വന്നു. യെസ് അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ കയറി വരുമല്ലോ. Have you played these before? You're so good! Seems like you're ready for the final game, Statues! Follow Mommy down the stairs one last time. Hope you had a fun day at the game station. See you next time! ഞാൻ എൻ്റെ ലാസ്റ്റ് എന്താ പറയുക കണ്ണും കാണുന്നില്ല. ലാസ്റ്റ് ആ ഫൈനൽ ഗെയിമിലോട്ട് പോകണം. പക്ഷെ വഴി മാറിപ്പോയി.
ഇതന്നെ ഗൈസ് എവിടെ ഇങ്ങനെ ഓരോരോ പണികൾ. ഞാൻ വന്നിരിക്കും കാണിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾക്ക് ഇവിടെ എന്തോ ടാസ്ക് ഉണ്ട്. ഇതിൻ്റെ പുറകിലാണോ? അല്ല, വേണ്ട. നമുക്ക് ശരി തോന്നുന്നു ഇങ്ങോട്ടല്ല തുറക്കില്ല. ഓ ഗൈസ് ഇത് അപ്പുറത്തെ സൈഡിലൊരു ഇങ്ങനെ ചെന്ന് കയറാനായിട്ടൊരു ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലോട്ട് വെക്കണം. നമ്മൾ എയർവേ ഞാനിങ്ങനെ പണ്ട് കുറവ് ഇടയ്ക്ക് വീഴും. കുറേ വീണാണ്. ഇത്രയും കൂടി ഓണം. പക്ഷെ ഉണ്ടോ ഇത് കറണ്ട് കൈ കിട്ടി. ഇപ്പം കത്തി ഒക്കെ ഇവിടോട്ട് അടിച്ചാൽ നമുക്ക് ഇത് വേണ്ട. നമ്മൾ ഈ കൈ വെച്ചാണ് ഈ പവർ അടിച്ചെടുക്കുന്നത്. പവർ അടിച്ചെടുത്താൽ അയ്യോ ശേ ഈ കൈ കൊണ്ട് എടുത്താൽ ഒരു ഉപകാരമുണ്ട്. ബ്രേക്ക് നമുക്ക് നൽകി നമ്മൾ പച്ചക്കൈ വെച്ച് ഇതടച്ചാൽ അടിച്ചാൽ ഇത് വേറെ സംഭവങ്ങൾ ചെയ്യട്ടെ. അവരെടുത്തിട്ട് ഞാൻ മേലോട്ട് വെക്കാം. കയറി കയറിപ്പെടുന്ന അങ്ങനെയായിരുന്നു കളി. പവർ എങ്ങനെയാണ് അടുത്തേക്ക് ഓക്കെ അടി അടി പവർ വെച്ചോ. നമ്മൾക്ക് ചോട്ടാബി വെപ്പി. ഇപ്പുറത്തേക്ക് പവർ കിട്ടിയില്ലായിരുന്നു മര്യാദയ്ക്ക്. ഞാൻ ചെയ്തിട്ട് ബാക്കി കിടക്കാം. ഓക്കെ ഞാനതങ്ങനെ ചെയ്തു. കുറച്ച് പാടായിരുന്നു.
ഇത് ഞാൻ കമ്പിയുടെ മേളിൽ കൂടെ ചാടി. ഇനി അങ്ങോട്ടാ പോകണ്ടേ? തിരിച്ചു പോകണമായിരിക്കും. തിരിച്ചു പോയാൽ എന്തായാലും ഓപ്പണായി. ഓ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഡോർ ഓപ്പൺ ആയിട്ടാണ്. ശരി, ഇതാരാ? ഇത് നെറ്റ് കുഴു. പിന്നെ മോൻ ഇവിടെയാണോ? ഇവിടെ നിന്നാ ഓ ഗൈസ്, എനിക്ക് ഈ ഗെയിം അറിയാം. ആ കുഴു നമ്മളെ പിടിക്കാൻ വരുന്നൊരു ഗെയിമാണ് ഗൈസ്. ആ ലൈറ്റ് ഓൺ ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആകുമ്പോൾ The rules are simple. The lights will turn off. You can move through the obstacle course at this time. However, ഓക്കെ, നമ്മൾ ഗെയിം ആണെന്ന് തുറക്കുമ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ മാമി ലോങ്ങിലേക്ക് ചിപ്പ് അങ്ങോട്ട് വരും. എന്തൊക്കെ പറയുന്നത് നമുക്കത് മൈൻഡ് ചെയ്യണം. ഈ പുഴ നമ്മളെ പിടിക്കാൻ വരും. പട്ടിപ്പുഴിൻ്റെ അടുത്ത് എസ്കേപ്പ് ആണ്. എനിക്കറിയാം എങ്ങോട്ട് എസ്കേപ്പ് പോകേണ്ടത്. അതുകൊണ്ട് സിമ്പിളാണ്. ഗേറ്റ് തുറക്കുമ്പോൾ ഞാൻ പായാൻ പോലെ. 3, 2, 1. 3, 2, 1. ഗെയിം ഓവർ. പുഴ അടുത്തെത്തി. നീങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് നീങ്ങാൻ പറ്റിയില്ല. അപ്പം പെട്ടെന്ന് ആ പുഴു പെട്ടെന്ന് കൊല്ലുമായിരുന്നു. അവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മാത്രം മതി. ബാക്കി ഞാൻ ആ ഓസിൻ്റെ അകത്തൂടെ ഒക്കെ പോകുന്ന സിമ്പിളായിട്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മാത്രം മതി. ഓക്കെ, നമ്മളിനി എങ്ങനെയാലും ജയിക്കും. ജയിച്ചാൽ നമ്മൾക്ക് ഇവിടെ നൈസിന് അങ്ങ് എസ്കേപ്പ് ആകാം. എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 3 മാമി ലോങ്ങിക്സിന് ഞാനൊന്നും മിണ്ടുന്നില്ല. എന്തൊക്കെയോ വെച്ചിട്ട് നാണവും കയറിപ്പോയ. പക്ഷെ നമ്മൾ ലൈറ്റ് പോയിട്ട് ഓണാട്ടെ. നമുക്കപ്പോൾ നേഴ്സിന് ആ പീരീഡ് എടുത്തിട്ട് ഓടാം. പക്ഷെ പുഴ എവിടം വരെ ആയിരുന്നു എനിക്കറിയത്തില്ല. ഇപ്പം ചിലവും പുഴി ഒന്ന് പിടിക്കും.
ഓടിച്ച് പെട്ടെന്ന് ഓടിക്കും. എങ്ങോട്ടാ പോകണ്ടേ? എങ്ങോട്ടാ പോകണ്ടെന്നൊരു പിടിയുണ്ട്. എങ്ങനെ ഇനി ഇവിടുന്ന് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. കുഴിയുണ്ട്. പക്ഷെ പേടിച്ചു ഞാൻ വെച്ചിനി അമ്മച്ചി നമ്മളെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോകും. അതന്നെ ഇവിടെ പാർക്കോ ഞാൻ ബ്രോയാ സ്റ്റെപ്പാണ്. അത്രയുള്ളോ? ഇതിവിടെ കയറി പോടാ. തിരിച്ചു പോകണം. ഓക്കെ, ഇച്ചിരൂടെ മുമ്പിലോട്ട് പോകണം. ഞാൻ അത്രയും ദൂരെ മാനീരങ്ങൾക്ക് വെറുതെ ചിരിക്കുന്നു. നടക്കാത്ത സ്വപ്നങ്ങൾ എന്നെ കൊല്ലുന്നില്ല. ആ ഗെയിമും കഴിഞ്ഞു. ഏതോ കുറ്റത്തിന് മേലോട്ടായിരിക്കും. പക്ഷെ ഇതിന് എങ്ങോട്ട് അങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് ഞാൻ പെട്ടെന്ന് ഓർത്തത് പുഴുവാണ്. ഗ്യാസ് കാണുമ്പോൾ എനിക്ക് അവിടേക്ക് ഓർക്കും ഞാൻ പുഴുവാണ്. പക്ഷെ ഇങ്ങോട്ട് തന്നെ വരി സ്റ്റെപ്പ് കയറി. പക്ഷെ ഇനി വഴിയൊന്നും കാണുന്നില്ല സ്റ്റെപ്പ് കഴിഞ്ഞിട്ട്. ഓ ഷേ, ഗെയിം ഉണ്ടാക്കിയ ആളെന്തായാലും ബുദ്ധിമുട്ടില്ല. ഗെയിം ഉണ്ടാക്കി കാണാൻ പറ്റാത്തതിൽ തന്നെ സാധനങ്ങൾ വെക്കുന്നത്. മഴ വന്ന് യെസ് നമ്മൾ മേടി വന്നിട്ടുണ്ട്. അങ്ങോട്ടോ താഴോട്ടുണ്ടായിരിക്കും. ഇവിടം വരെ വന്ന് ഇവിടെ ഒരു വെന്റ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. പൈസ ഈ ഗെയിമിന് ഇടയ്ക്ക് ഇങ്ങനെ ഇതാകുമ്പോൾ എന്തിനാണ് ലൈറ്റ് നോക്കട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷെ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. തിരിച്ചു വരാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ഡോറുണ്ട്, തുറക്കണം. പക്ഷെ നീ തോന്നുന്നു തിരിച്ച് വെന്റിൽ വേറെ ഒരു വഴി കാണുന്നു. കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനിതിപ്പോൾ എങ്ങോട്ട് ഏതിലോട്ട് പോകണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ചെന്ന് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പക്ഷെ എനിക്ക് ക്രൗച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങോട്ട് തന്നെ ഉണ്ട്. എനിക്കിത് തുറക്കാൻ പറ്റത്തില്ല, അതാണ് മെയിൻ വിഷയം. ഓക്കെ, ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. മേലോട്ട് എന്താ പാടേ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഗെയിം ഉണ്ടാക്കിയ ആളുടെ ബുദ്ധിയെ ടെൻഷൻ അടുപ്പിച്ച് കൊണ്ടുവരുന്ന ഗെയിം. പള്ളി മണി അടിക്കും. ഇന്ന് കുർബാനയൊക്കെ ഉണ്ട്. ഞാനിന്ന് പോകുന്നില്ല. നമ്മളെവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് എന്നെ പൂട്ടി. ഇനി ഇവിടെ കൊണ്ട് പൂട്ടിട്ട്. ഇതെവിടെയാ? ഇത് ഇവിടെയാണോ? ഓ ഗൈസ്, ഇവിടെ നിന്ന് ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ?
ഓ ഗൈസ് എനിക്കറിയാം ഗൈസ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. ഗൈസ് ഇവിടുന്ന് വന്ന് ഇവിടെ കുറച്ച് സ്വിച്ച് ഉണ്ട്, നമ്മളത് കറക്റ്റ് ആക്കണം. ഓക്കെ ഇതാണോ? പക്ഷെ അല്ല, ആയില്ല. ഒന്നുകൂടെ നിൽക്കുവാണെങ്കിൽ ആകുമായിരിക്കും. അപ്പം ഇതല്ലോ ഇതല്ല. ഒന്നുകൂടെ ഇതെന്തുവാ ഗൈസ് ഇങ്ങനെയൊക്കെ തരുന്നത്? പക്ഷെ ഞാനിക്ക് ഇവിടെ കൊണ്ടുവരണം ഈ ഒരു പലക പ്രശ്നം. നേരുണ്ടായത് കയറുന്നതാണ് പ്രശ്നം. അങ്ങോട്ട് ഞാൻ ഓടി ഓടി എടുത്തു. ഓക്കെ ഇതാണോ? അല്ല. ഓക്കെ എനിക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് മാത്രം ഞെക്കണം. ഇനി ഇത് ഞെക്കണം. നമ്മളങ്ങനെ ഇത് സെറ്റാക്കി. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ നമ്മൾക്ക് ടോയ് ഫാക്ടറിക്കകത്ത് ചെല്ലും. ഇതാരേ പൂച്ച. നോക്കട്ടെ എവിടെയാ ഇവിടെ. ഓക്കെ ഇതിൽ കൂടെ വരും. ഇവിടെ നിന്ന് താഴോട്ട് വരും. പിന്നെ ഈ താവ രക്ഷപ്പെടും. ഇതിൽ കൂടെ വന്നു, ഇതിൽ കൂടെ വന്നു, അങ്ങോട്ടാണ് വരുന്നത്. മേലോട്ട് പോകും. ഇത് താഴോട്ടല്ലോ. നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് അത് അങ്ങോട്ടാകും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചല്ല തിരിച്ചു വരുന്നോ? നമ്മൾ ഇവിടെ ഇങ്ങനെ മേലോട്ട് വന്നിരുന്നു. ഓക്കെ പെർഫെക്റ്റ്. ഇവിടെ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ തടയുന്നത് മനസ്സിലാകുന്നുണ്ട്. ചെറിയൊരു പ്രശ്നം കൈ തിരിച്ചടിച്ചു. ഇത് കുറച്ച് കൈ മേലോട്ട് പോവാണ്. ഓക്കെ മാത്രം മതിയെന്ന് പോകുന്നു. ഇതിലേക്ക് ഇങ്ങോട്ട് കറങ്ങി വന്ന് ഇതൊക്കെ വരും. പക്ഷേ എനിക്ക് ഇനിയും വരാൻ പോകുന്നത് ബാബു തീർന്നു. പ്ലീസ് വാട്ട്? ഓക്കെ ശരി കത്തി
നിൽക്കുമ്പോൾ ഇങ്ങോട്ടൊരു പാവ് വരും. ഒരു പാവുന്നുണ്ടോ? ഓ അതെന്താണ് തിരിച്ചു പോയി പാവ. ഓ ഗൈസ് അവിടെ ഒരു സംഭവമുണ്ട്. ഓക്കെ സെറ്റ് ഇനി ഭാവി ഇങ്ങോട്ടുണ്ട്. അങ്ങനെ ഒരു ഇങ്ങോട്ട് പാവുണ്ട്. പക്ഷേ തെറ്റൊന്നും അതെ ഓക്കെ സമയം നേരം ഇതെന്തിനാന്ന് വെച്ചോണ്ടിരിക്കും പറയാൻ പോകുന്നു. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു വഴിയിൽ കൂടെയാണ് വന്നത്. നമ്മളവിടെ ഇച്ചിരി പാവ ഉണ്ടാക്കിയില്ലായിരുന്നു. അതേപോലെ നമുക്ക് ഈ പാവ സ്കാൻ ചത്തുപോയി ഗൈസിന് ആദ്യമൊട്ട പാവം. പക്ഷേ ഗൈസിന് ആദ്യമൊട്ട പാവേനെ ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യണമല്ലോ ഗൈസ്. ആ കുഴപ്പമില്ല ഗൈസ്. പെട്ടെന്ന് വരൂ പക്ഷേ പെട്ടെന്ന് വരുമായിരുന്നെങ്കിൽ നമുക്ക് കളി ചാപ്റ്റർ 2 നിർത്തായിരുന്നു. പക്ഷേ നിർത്താൻ വേണ്ടി വരുന്നില്ല. ഓക്കെ ഇത് വീണ്ടും ലോഡായിട്ടുണ്ട്. എനിക്കറിയാം. നമ്മളെ കൂട്ടി ഇല്ല. നമുക്കിനി അമ്മച്ചീനെ കൂടെ കൊല്ലണമെന്ന് തോന്നുന്നു. അത് ചാപ്റ്റർ 3 ഓക്കെ നമുക്കിനി വെളിയിലോട്ട് പോകാം. നേരത്തെ ഇവിടെ വെച്ച് അറിയാതൊരു അബദ്ധം കാണിച്ച് തെറ്റി. ഇപ്പം വീണ്ടും അതേപോലെ തെന്നി ഞാൻ സൈഡിലോട്ട് പോകാം. മണ്ട എനിക്ക് ഇനി വണ്ടി ഈ സാധനം കൺട്രോൾ ചെയ്യാൻ ഇപ്പം പഠിച്ചിട്ടുണ്ട്. അതിനൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു ചെയ്യാം. ഓക്കെ
എനിക്ക് ഭാഗത്തോട്ട് കിട്ടുന്നില്ല. ഈ പോകേണ്ട എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഓക്കെ. ഓക്കെ അങ്ങനെ കഷ്ടപ്പെട്ടാക്കി താരോട്ടൊന്നും പോയേക്കല്ലേ. പക്ഷേ ഇവിടെ ഈ പാവ വെക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്പം അന്ന് ഇതേക്കൂടെ ഈ നേരത്തെ ഇതേപോലെ പാവ ചകത്തോട്ട് പങ്കി വകി ഓടി നമ്മളെ കൊണ്ട്. പക്ഷെ മോമി നമ്മളെ കഴിക്കും. പിന്നെ നമുക്ക് ഇതേ കൂടെ പോകണം. ഇതെവിടെയാ? ഇതെവിടെയോ നല്ലൊരു പണിയിട്ട സ്ഥലമാണ്. നിന്ന് കുറച്ച് സമയം പിടിക്കും ചെയ്ത് തീർക്കാം. ഇവിടെ പവർ അടിക്കണം. പവർ അടിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകണം. നേരെ വീട്ടിൽ പോയാൽ ഇപ്പുറത്താണ് നിർമ്മിതിയായിരിക്കും. ഇതല്ല. ഓക്കെ ഇതാണ്. ഇതൊക്കെ തന്നെ പിന്നെ ബോക്സസ് ഇതേ കൂടി ഞാൻ തൂങ്ങി വരാമല്ലോ.